ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് മീൻകറി വീഡിയോ ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ചെമ്പല്ലിയാണ്, 1 കിലോ ചെമ്പല്ലി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം. പിന്നെ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. കുറച്ച് പിന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുകും ഉലുവയും പൊട്ടിച്ചു അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. നന്നായി ചതച്ചെടുത്താണ് ഇട്ടു. ഇനി അത് മൂപ്പാകുമ്പോൾ കുറച്ച് ചുവന്നുള്ളി, കുഞ്ഞുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെന്താ, ഇനി അടുത്തതായിട്ട് ഇഞ്ചി നമുക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് ഇട്ടത് കേട്ടോ, എരിവിനനുസരിച്ച്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂക്കട്ടെ. നന്നായി മൂത്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് തേങ്ങ, ഞാൻ ഒരു മൂടി തേങ്ങയാണ് ചിരവി എടുത്തത്. അതിലേക്കൊരു കുഞ്ഞുള്ളി, കുറച്ച് ഉലുവയും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം പാകത്തിന് കേട്ടോ. അപ്പോൾ അരച്ച് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ വെച്ചു. പിന്നെ വാളംപുളി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നേരിട്ട് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യാനുസരണം മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു. പിന്നെ മുളക് പൊടി എരിവിനനുസരിച്ചിടാം. ഞാനിപ്പോൾ ആവശ്യാനുസരണം എരിവിനാണ്. പിന്നെ മല്ലിപ്പൊടി ഇട്ടു, അതും പാകത്തിനിടാം കേട്ടോ. ഞാൻ 2 സ്പൂണാണ് ഇട്ടത്. പിന്നെ ഉപ്പ് ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പോരങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ അരപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായി തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ഈ മീൻ കഴുകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അധികം ഇളക്കാനൊന്നും പാടില്ല. മീനിട്ട ശേഷം അത് ഉടഞ്ഞു പോകും. കുറച്ച് മീൻ ഞാൻ വറുക്കാനായിട്ട് തിരുമ്പി വെച്ചിരിക്കാനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമുക്ക് കറി ആകുമ്പോഴേക്കും ഇത് തിരുമ്പി വെക്കാമെന്ന് കരുതി. അപ്പോൾ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് പറയാം. കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം, കുരുമുളക്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് നാരങ്ങാനീരൊക്കെ പിഴിഞ്ഞ് പേസ്റ്റാക്കി വറുത്തെടുക്കുകയാണ് കേട്ടോ. ശരി, മീനിപ്പോൾ വറുത്തത് ആകാനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.